നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബാലൻഡിയോർ ഇന്ന് ബാലൻഡിയോർ ഡേ ആണല്ലോ. തിയേറ്റർ ഡു ചാറ്റ്ലെറ്റിലെ പാരീസിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 ഈ ഒരു പ്രോഗ്രാം ആരംഭിക്കുന്നത്. എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണല്ലോ. ആര് നേടും? ഈ വൈകിയ വേളയിൽ നമ്മളൊരു പവർ റാങ്കിങ് അവതരിപ്പിക്കുകയാണ്. 30 പേരാണ് നോമിനേഷൻ ലിസ്റ്റിൽ, എങ്കിലും 20 പേരുടെ ഒരു പവർ റാങ്കിങ് നമ്മൾ നോക്കുകയാണ്. 20ാം സ്ഥാനത്ത്, നോമിനേഷൻ ലിസ്റ്റിലുള്ളവർ മാത്രമേ ഇതിലുള്ളൂ, 20ാം സ്ഥാനത്ത് സ്കോട്ട് മാക്ടോമിനായി. നാപ്പോളിക്ക് വേണ്ടി മികച്ച പ്രകടനം അദ്ദേഹം നടത്തി. 16 ഗോളുകളും 6 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കി. പോയ സീസണിൽ സീരിയയിൽ മുത്തമിടുകയും ചെയ്തിട്ടുണ്ട്. 20ാമതാണ് അദ്ദേഹമെങ്കിൽ. 19ാം സ്ഥാനത്താണ് മൈക്കൽ ഒലീസെ, ബയൺ മ്യൂണിക്കിൻ്റെ സൂപ്പർ താരം. 2024-25 സീസണിൽ 22 ഗോളുകളും 24 അസിസ്റ്റുകളും സ്വന്തമാക്കി. ബൂണ്ടസ് ലീഗയിൽ മുത്തമിടുകയും ചെയ്തു. 18ാം സ്ഥാനത്താണ് വിനി ജൂനിയർ. കഴിഞ്ഞ തവണ ബാലൻഡിയോർ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുമെന്ന് പലരും പ്രതീക്ഷിച്ചെങ്കിലും ഒടുവിൽ അതുണ്ടായില്ല. അന്ന് വിനി നടത്തിയൊരു പ്രഖ്യാപനമുണ്ട്, അടുത്ത സീസണിൽ ഞാൻ 10x പ്രവർത്തിക്കും എന്ന്, 10 ഇരട്ടി പ്രവർത്തിക്കുമെന്ന്. പക്ഷെ ഒന്നും കണ്ടില്ല. ഇത്തവണ അദ്ദേഹത്തിന് 18ാം സ്ഥാനമാണ് നമ്മുടെ പവർ റാങ്കിങ്ങിൽ വരുന്നത്. 24 ഗോളുകളും 20 അസിസ്റ്റുകളുമാണ് അദ്ദേഹം പോയ സീസണിൽ സ്വന്തമാക്കിയത്. യുവേഫ സൂപ്പർ കപ്പിലും ഇൻ്റർ കോണ്ടിനെൻ്റൽ കപ്പിലും മുത്തമിടുകയും ചെയ്തു. 17ാം സ്ഥാനത്ത് ജാവോ നവസ്, പാരീസ് സെൻ ജർമൻ്റെ സൂപ്പർ താരം. 7 ഗോളുകളും 10 അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ടായി. പോയ സീസണിൽ എന്തൊക്കെ വാരിക്കൂട്ടി! ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിട്ടു, ലീഗ് 1-ൽ മുത്തമിട്ടു, കോപ്പ് ഡി ഫ്രാൻസിൽ മുത്തമിട്ടു, ട്രോഫി ഡെസ് ചാമ്പ്യൻസിൽ മുത്തമിട്ടു, യുവേഫ നേഷൻസ് ലീഗിൽ കിരീടം ചൂടി. പോർച്ചുഗലിനൊപ്പമായിരുന്നു നേഷൻസ് ലീഗ് കിരീടം, ബാക്കിയൊക്കെ PSG നേടിയത്. അതിനെ പൊളിച്ചടുക്കിയിട്ടുണ്ട്. അദ്ദേഹം 17ാം സ്ഥാനത്ത് വരുമ്പോൾ 16ാം സ്ഥാനത്ത് വിക്ടർ ഗ്യോക്കറസ്. ഇപ്പോൾ താരം ആഴ്സണലിലേക്ക് ചേക്കേറിയിട്ടുണ്ട്. പോയ സീസണിൽ പോർച്ചുഗീസ് ക്ലബ്ബിൽ സ്പോർട്ടിംഗ് CPയിലാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്നത്. പോയ സീസണിൽ 63 ഗോളുകളാണ് അദ്ദേഹം അടിച്ചത്, 16 അസിസ്റ്റുകളും. ലിഗ പോർച്ചുഗൽ അദ്ദേഹം നേടുകയും ചെയ്തു. കൂടാതെ ടാക്കഡി പോർച്ചുഗൽ, അതായത് ഫ്രഞ്ച് പോർച്ചുഗീസ് കപ്പ്, അതിലും മുത്തമിടുകയും ചെയ്തിട്ടുണ്ട്. 15ാം സ്ഥാനത്ത് ജിയാൻ ലുക്കി ഡൊണ്ണാരുമ. ഇപ്പോൾ അദ്ദേഹം സിറ്റിയിലാണെങ്കിലും പോയ സീസണിലെ പ്രകടനത്തിനാണല്ലോ ബാലൻഡിയോർ കൊടുക്കുന്നത്. പാരീസ് സെൻ ജർമൻ്റെ താരമായിരുന്നു പോയ സീസണിൽ താരം. അവരെ കിരീടം ചൂടുക്കുന്നതിൽ പ്രധാനപ്പെട്ട റോള് വഹിച്ചു. അദ്ദേഹത്തിന് 19 ക്ലീൻ ഷീറ്റുകളാണ് പോയ സീസണിൽ സ്വന്തമാക്കാൻ കഴിഞ്ഞത്. ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിട്ടു, ലീഗ് 1-ൽ മുത്തമിട്ടു, കോപ്പ ഡി ഫ്രാൻസിൽ മുത്തമിട്ടു, ട്രോഫി ഡെസ് ചാമ്പ്യൻസിലും മുത്തമിട്ടു. നല്ല സാധ്യത പലരും അദ്ദേഹത്തിന് കൽപ്പിക്കപ്പെടുന്നു. 14ാം സ്ഥാനത്താണ് റോബർട്ട് ലെവൻഡോസ്കി, FC ബാഴ്സലോണയുടെ പോളിഷ് സൂപ്പർ താരമായിട്ടുള്ള റോബർട്ട് ലെവൻഡോസ്കി. ഇപ്പോൾ ബാഴ്സയ്ക്ക് കഴിഞ്ഞ തവണ ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ശരിയാണ്, എന്നാൽ പോലും ബാക്കി ഡൊമസ്റ്റിക് കിരീടങ്ങളൊക്കെ അവർ നേടുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട റോള് ലെവൻഡോസ്കി വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. 44 ഗോളുകളും 5 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു. ലാലിഗയിൽ മുത്തമിട്ടു, കോപ്പ ഡെൽ റേയിൽ മുത്തമിട്ടു, സൂപ്പർ കോപ്പ ഡി എസ്പാനയിൽ മുത്തമിട്ടു. 13ാം സ്ഥാനത്ത് മറ്റൊരു ബാഴ്സ താരം പെഡ്രി. അവരുടെ മധ്യനിരയിൽ എന്തൊരു പ്രകടനമാണ് നടത്തുന്നത്! പോയ സീസണിൽ 7 ഗോളുകളും 10 അസിസ്റ്റുകളും. അത് വെച്ച് പെഡ്രിയുടെ കളി നമ്മൾ അടക്കണ്ട. മധ്യനിരയിൽ അത്രയും മനോഹരമായിട്ട് അദ്ദേഹം കളി നിയന്ത്രിക്കുന്നുണ്ട്. ലലീഗയിലും കോപ്പ ഡെൽ റേയിലും സൂപ്പർ കോപ്പ ഡി എസ്പാനയിലും മുത്തമിട്ടിട്ടുണ്ടായിരുന്നു. 12ാം സ്ഥാനത്താണ് കോൾ പാൽമർ, ചെൽസിയുടെ കോൾ പാൽമർ. 18 ഗോളുകളും 14 അസിസ്റ്റും പോയ സീസണിൽ സ്വന്തമാക്കി. ക്ലബ്ബ് വേൾഡ് കപ്പിൽ മുത്തമിട്ടു. ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം അതാണ് ചെൽസിക്ക്. പിന്നെ കോൺഫറൻസ് ലീഗിലും മുത്തമിട്ടു. 11ാം സ്ഥാനത്ത് ഹാരി കെയ്ൻ. അദ്ദേഹത്തിൻ്റെ കിരീടമില്ലായ്മ അങ്ങ് അവസാനിപ്പിച്ച സീസണാണ് കടന്നുപോയത്. ഗോളടിച്ച് കൂട്ടുകയാണ്, ഇപ്പോഴും അത് തുടരുകയാണ്. ബയൺ മ്യൂണിക്കിനൊപ്പം 48 ഗോളുകൾ അദ്ദേഹം നേടി, 14 അസിസ്റ്റുകളും ബൂണ്ടസ് ലീഗയിൽ മുത്തമിടുകയും ചെയ്തിട്ടുണ്ട്. ഇനി 10ാം സ്ഥാനത്ത് ന്യൂനോ മെൻഡസ് ആണ്, പാരീസ് സെൻ ജർമൻ്റെ പോർച്ചുഗീസ് യുവ സൂപ്പർ താരം. അദ്ദേഹം 7 ഗോളുകളും 12 അസിസ്റ്റുകളും നേടി. പക്ഷേ അദ്ദേഹം ഡിഫൻഡറാണല്ലോ, അപ്പോൾ ക്ലീൻ ഷീറ്റിൻ്റെ കണക്ക് കൂടി നോക്കണമല്ലോ. അത് 18 ക്ലീൻ ഷീറ്റുകൾ നേടി. പിന്നെ കിരീടങ്ങളോ ഒക്കെ വാരിക്കൂട്ടി. ചാമ്പ്യൻസ് ലീഗിലും ലീഗ് 1-ലും കോപ്പ് ഡി ഫ്രാൻസിലും ട്രോഫി ഡെസ് ചാമ്പ്യൻസിലും ഒക്കെ PSG മുത്തമിട്ടത് കൂടാതെ യുവേഫ നേഷൻസ് ലീഗിൽ പോർച്ചുഗലിനൊപ്പം മുത്തമിടുകയും ചെയ്തു. 9ാം സ്ഥാനത്ത് മറ്റൊരു PSG താരം ക്യുച കാരസ്ഖേലിയ. പാരീസ് സെൻ ജർമന് വേണ്ടി മികച്ച പ്രകടനം. അദ്ദേഹം പകുതി വെച്ച് ഇങ്ങോട്ട് മാറിയ ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സീരിയയിലും കിരീടമുണ്ട്, ലീഗ് 1-ലും കിരീടമുണ്ട്. പകുതി വെച്ചാണ് കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലാണ് അദ്ദേഹം
PSG ചേക്കേറിയിരുന്നു. 15 ഗോളുകളും 13 അസിസ്റ്റുമാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ. അപ്പോൾ ചാമ്പ്യൻസ് ലീഗ് കൂടാതെ ലീഗ് 1-ഉം സീരിയയും കോപ്പ് ഡി ഫ്രാൻസും അദ്ദേഹം നേടിയിട്ടുണ്ട്. 8-ാം സ്ഥാനത്ത് ഡെസിയ ഡൂ ആണ്, പാരീസ് സെൻ ജർമ്മൻ്റെ യുവ സൂപ്പർ താരം. 16 ഗോളുകളും 16 അസിസ്റ്റുമാണ് പോയ സീസണിൽ നേടിയത്. ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിട്ടു, ലീഗ് 1-ൽ മുത്തമിട്ടു, കോപ്പ് ഡി ഫ്രാൻസിൽ മുത്തമിട്ടു, ട്രോഫി ഡെസ് ചാമ്പ്യൻസിൽ മുത്തമിട്ടു. 7-ാം സ്ഥാനത്ത് മറ്റൊരു PSG താരം അഷ്റഫ് ഹക്കീമി 13 ഗോളുകളും 17 അസിസ്റ്റും സ്വന്തമാക്കി. കൂടാതെ ഡിഫൻഡർ ആയതുകൊണ്ട് ക്ലീൻ ഷീറ്റുകൾ നോക്കണം, 26 ക്ലീൻ ഷീറ്റുകൾ. ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിട്ടു, ലീഗ് 1-ൽ മുത്തമിട്ടു, കോപ്പ് ഡി ഫ്രാൻസിൽ മുത്തമിട്ടു, ട്രോഫി ഡെസ് ചാമ്പ്യൻസിലും മുത്തമിട്ടു. 7-ാം സ്ഥാനത്താണ് അഷ്റഫ് ഹക്കീമി എങ്കിൽ 6-ാം സ്ഥാനത്താണ് കിലിയൻ എംബാപ്പെ റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറിയ വർഷം. സീസണിൽ ഒരുപാട് കിരീടങ്ങളൊന്നും നേടിയിട്ടില്ല. സൂപ്പർ കപ്പും, അതായത് യുവേഫ സൂപ്പർ കപ്പും ഇന്റർകോണ്ടിനൽ കപ്പുമാണ് അവർ നേടിയത്. പക്ഷേ ഗോളടിയിൽ എംബാപ്പെ തൻ്റെ മികവ് കൃത്യമായിട്ട് കാണിച്ചു. 46 ഗോളുകളും 7 അസിസ്റ്റുകളുമാണ് പോയ സീസണിൽ അദ്ദേഹം സ്വന്തമാക്കിയത്. മോസല 5-ാം സ്ഥാനത്ത്. പ്രീമിയർ ലീഗിൽ അദ്ദേഹം പൊളിച്ചടുക്കിയ സീസണാണല്ലോ കടന്നുപോയത്. 36 ഗോളുകളും 24 അസിസ്റ്റുകളും പ്രീമിയർ ലീഗിൽ അദ്ദേഹം മുത്തമിടുകയും ചെയ്തു. 4-ാം സ്ഥാനത്താണ് റാഫീഞ്ഞയെ സംബന്ധിച്ചിടത്തോളം പലരും അദ്ദേഹത്തെ ആദ്യം ബാലൻ ഡിയോർ സാധ്യതയിലൊക്കെ മുൻപന്തിയിൽ തന്നെ കൊടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. എന്തായാലും 4-ാമത് അദ്ദേഹം വരുന്നുണ്ട്. 39 ഗോളുകളും 25 അസിസ്റ്റുകളുമാണ് അദ്ദേഹം സ്വന്തമാക്കിയത്. ലാലിഗയിൽ മുത്തമിട്ടു, കോപ്പ ഡെൽ റേയിൽ മുത്തമിട്ടു, സൂപ്പർ കോപ്പ ഡി എസ്പാനയിലും അദ്ദേഹം മുത്തമിട്ടു. 3-ാം സ്ഥാനത്ത് വിറ്റീഞ്ഞ, പാരീസ് സെൻ ജർമ്മൻ്റെ പോർച്ചുഗീസ് സൂപ്പർ താരം വിറ്റീഞ്ഞയെ സംബന്ധിച്ചിടത്തോളം 8 ഗോളുകളും 8 അസിസ്റ്റുകളും. പക്ഷെ അത് വെച്ച് മാത്രം അദ്ദേഹത്തെ അളക്കണ്ട, അവരുടെ പാസിംഗ് മാസ്റ്റർ അദ്ദേഹമായിരുന്നു. ഒരുപാട് കിരീടങ്ങൾ, ചാമ്പ്യൻസ് ലീഗും ലീഗ് 1-ഉം കോപ്പ് ഡി ഫ്രാൻസും ട്രോഫി ഡെസ് ചാമ്പ്യൻസും, പിന്നെ പോർച്ചുഗലിനൊപ്പം യുവേഫ നേഷൻസ് ലീഗിലും മുത്തമിട്ടു. 2-ാമതാണ് ലമീൻ യമാൽ, ബാഴ്സലോണയുടെ യുവ സൂപ്പർ താരം, അത്ഭുതങ്ങൾ കാണിക്കുന്ന സൂപ്പർ താരം. 21 ഗോളുകളും 26 അസിസ്റ്റും ചെറിയ പ്രായത്തിൽ അവൻ പോയ സീസണിൽ നേടി. ലലീഗയിൽ മുത്തമിട്ടു, കോപ്പ ഡെൽ റേയിൽ മുത്തമിട്ടു, സൂപ്പർ കോപ്പ ഡി എസ്പാനയിൽ മുത്തമിട്ടു. ഒന്നാമത് പവർ റാങ്കിങ്ങിൽ ഓസ്മാൻ ഡംബലെയാണ്. എന്തൊരു പെർഫോമൻസാണ് അദ്ദേഹം PSG ജേഴ്സിയിൽ പോയ സീസണിൽ പുറത്തെടുത്തത്. 37 ഗോളുകളും 16 അസിസ്റ്റുകളും. ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിട്ടു, ലീഗ് 1-ൽ മുത്തമിട്ടു, കോപ്പ ഡി ഫ്രാൻസിൽ മുത്തമിട്ടു, ട്രോഫി ഡെസ് ചാമ്പ്യൻസിൽ മുത്തമിട്ടു. സോ ഏറ്റവും അധികം ബാലൻ ഡിയോർ സാധ്യത നമ്മൾ കാണുന്നത് ഓസ്മാൻ ഡംബലേക്കാണ്. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി മുന്നോട്ട് പോകാൻ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.